أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا لا تطعه واسجد واقترب അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറത്തുൽ അലക്കിലെ അവസാന വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം അങ്ങനെയല്ല, അവർ വിചാരിക്കുന്ന പോലെയല്ല. നീ അവനെ അനുസരിക്കരുത്, സാഷ്ടാംഗ പ്രണാമം ചെയ്യുക, അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രാപിക്കുകയും ചെയ്യുക. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതായത് കല്ല ലാ തുതിഉ വസ്ജുദ് വഖ്തരിബ്, നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരായ നിങ്ങൾ ശത്രുക്കളുടെ വാക്കുകൾ കേട്ട് അത് അംഗീകരിക്കരുത്. ഒരിക്കലും അവരുടെ വാക്കുകൾ കേട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും നിങ്ങൾ വിമുഖത കാണിക്കരുത്. മറിച്ച് അവർ എത്രത്തോളം അതിൽ നിന്നും നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ, അതായത് അള്ളാഹുവിൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുക. തൽഫലമായി അവൻ നിന്നെ കൂടുതൽ ഉപദ്രവിച്ചേക്കാം, എന്നാൽ അത് മുഖേന നീ കൂടുതൽ അള്ളാഹുവുമായി അടുക്കുന്നതാണ്. ഒരു തരത്തിലുള്ള സുജൂദ് നാം സാധാരണാവസ്ഥയിൽ സമാധാനത്തോടുകൂടി ചെയ്യുന്നതാണ്. മറ്റൊന്ന് യുദ്ധത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും അവസ്ഥയിൽ ചെയ്യപ്പെടുന്ന സജദയാണ്. സമാധാനാവസ്ഥയിൽ ചെയ്യപ്പെടുന്ന സജദ നാം വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് മുസല്ല വിരിച്ച് സമാധാന അന്തരീക്ഷത്തിൽ ചെയ്യുന്നതാണ്. എന്നാൽ അസമാധാനാവസ്ഥയിൽ ചെയ്യപ്പെടുന്ന സജദ അത് അവരെ ആരാധനയിൽ നിന്ന് തടയുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതിൻ്റെ ഫലമായി പലവിധ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും സഹിക്കേണ്ടി വരുമ്പോഴും ചെയ്യുന്ന സജദയാണ്. അത്തരം സജദ സമാധാനാവസ്ഥയിൽ ചെയ്യപ്പെടുന്ന സജദയേക്കാൾ അള്ളാഹുവിൻ്റെ സമക്ഷം മൂല്യമുള്ളതാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്നേക്ക് 100 വർഷം മുമ്പും ഇസ്ലാമിൻ്റെ പ്രചാരണം നിർവഹിക്കുന്ന മുസ്ലിങ്ങൾ ലോകത്തുണ്ടായിരുന്നു. ഇന്നേക്ക് 100 വർഷം മുമ്പും ഇസ്ലാമിന് വേണ്ടി ധനത്യാഗം ചെയ്യുന്നവരും ലോകത്തുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരുമുണ്ടായിരുന്നു. അവർ അതിൻ്റെ പേരിൽ സ്തുതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അതേ പ്രവൃത്തി ചെയ്യുന്ന നമ്മെ ശത്രുക്കളായി ഗണിക്കാനും അപമാനിക്കുവാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജമാഅത്തിലുള്ളവർ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനായി തൻ്റെ ഭാര്യാമക്കളുടെ അന്നത്തിനുള്ള ചെലവിൽ നിന്ന് പോലും ധനമെടുത്ത് നൽകുന്നവരാണ്. അള്ളാഹുവിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി 8-10 വർഷം തൻ്റെ ഭാര്യാമക്കളിൽ നിന്നും അകന്ന് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരാണ്. സത്യനിഷേധത്തിനും ഇസ്ലാമിനുമെതിരിൽ എവിടെയാണോ പ്രശ്നമുണ്ടാകുന്നത് ഒരു ശക്തനായ ധൈര്യശാലിയെപ്പോലെ നെഞ്ചുവിരിച്ച് നേരിടാൻ തയ്യാറാകുന്നവരാണ്. ഞങ്ങൾ നമസ്കരിക്കുന്നവരും വ്രതമനുഷ്ഠിക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരും സക്കാത്ത് നൽകുന്നവരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും കലിമ ത്വയ്യിബയിലും വിശ്വസിക്കുന്നവരുമാണ്. ഇസ്ലാമിലെ ഓരോ കൽപ്പനയും മാനസികമായും ശാരീരികമായും പ്രാവർത്തികമാക്കേണ്ടത് ഈമാന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരുമാണ്. എന്നാൽ ഇത്തരക്കാരായ ഞങ്ങൾക്ക് അസഭ്യവർഷം ചൊരിയുവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിധത്തിലുള്ള ത്യാഗങ്ങൾ മുഖേനയാണോ അവർ പുകഴ്ത്തപ്പെട്ടിരുന്നത്, അതായത് മുമ്പുള്ളവർ പുകഴ്ത്തപ്പെട്ടിരുന്നത്, അതേ വിധത്തിലുള്ള ത്യാഗങ്ങൾ കാരണം ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സന്തത സഹചാരികളുടെയും സുജൂദും അതിനുശേഷം വന്ന മുസ്ലിങ്ങളുടെ സുജൂദും തമ്മിൽ വ്യത്യാസമുണ്ട്. ശേഷം വന്നവർ പല രീതിയിലും പുകഴ്ത്തപ്പെടുകയുണ്ടായി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതിനെന്ത് വിലയാണുണ്ടായിരുന്നത്? ജനങ്ങൾക്കിടയിൽ അതിന് എന്ത് വിലയാണുണ്ടായിരുന്നത്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജിദയുടെ അവസ്ഥയിൽ അള്ളാഹുവിനെ ധ്യാനിക്കുന്നതിൽ മുഴുകിയിരിക്കെ മക്കയിലെ വിരോധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മുകളിൽ ഒട്ടകത്തിൻ്റെ വലിയ കുടൽമാല കൊണ്ടുവന്നിടുകയുണ്ടായി. അത് എത്രത്തോളം ഭാരമുള്ളതായിരുന്നുവെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് കാരണം തല ഉയർത്താൻ പോലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ അവർ ഇത് കണ്ട് പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു. പിന്നീട് ചെറിയ കുട്ടിയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് വിവരം അറിഞ്ഞപ്പോഴാണ് ഓടിവന്ന് തന്നാൽ ആവുന്ന വിധത്തിൽ അത് വലിച്ച് താഴെയിട്ടത്. എന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ ആ ഒരു സജ്ദയ്ക്കുണ്ടായിരുന്ന മൂല്യം മറ്റേത് സജ്ദയ്ക്ക് ലഭിക്കാനാണ്?
ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരം സാഹചര്യത്തിലുള്ള സജിദകൾ ഏതാനും നിമിഷം കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവയാണ്. എന്നാൽ സമാധാനാവസ്ഥയിൽ ചെയ്യപ്പെടുന്ന 1000 സജിദകൾക്ക് പോലും ദൈവസാമീപ്യത്തിൻ്റെ കവാടത്തിനരികെ പോലും എത്താൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു പറയുന്നത്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീയും നിന്നോടൊപ്പമുള്ളവരും ശത്രുക്കളുടെ സംസാരത്തിൽ വീണുകൊണ്ട് എന്നെ ആരാധിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. മറിച്ച് എത്രത്തോളം അവർ നിന്നെ അതിൽ നിന്നും തടയാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി എന്നിൽ കുനിയാൻ ശ്രമിക്കുക, എന്നിൽ സുജൂദ് ചെയ്യാൻ ശ്രമിക്കുക. എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് നീ സുജൂദിൽ വീഴുകയാണെങ്കിൽ അത്തരത്തിലുള്ള സുജൂദ് എൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് നിദാനമായി തീരുന്നതാണ്. വാഹിർ ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.